വലിയൊരു പ്രമാദമായ കേസിൽ നൽകിയ ശിക്ഷ അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിച്ച് തുടർ നടപടി സർക്കാർ സ്വീകരിക്കും. പരമാവധി ശിക്ഷ ലഭിച്ചില്ലെന്നുള്ളത് കൊണ്ടാണ് അത് സംബന്ധിച്ച് പഠിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, പ്രോസിക്യൂഷന് വീഴ്ച വന്നില്ലല്ലോ. കാരണം 6 പ്രതികൾ കുറ്റക്കാരാണെന്നും ഗുരുതരമായ കുറ്റം അവർ ചെയ്തെന്നും കൃത്യമായ എവിഡൻസ് ഉണ്ടെന്നും ആദ്യം തന്നെ കോടതി പറഞ്ഞല്ലോ. അപ്പം അതിനകത്ത് കുറ്റമില്ല, പ്രോസിക്യൂഷൻ ചെയ്യേണ്ട കാര്യം ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ കിട്ടാഞ്ഞത് എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് സംശയം. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ വിധിയാണ്. ആ കോടതിയുടെ വിധി സംബന്ധിച്ച് പരിശോധിക്കാതെ പഠിക്കാതെ ഒരു അഭിപ്രായം ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. നമ്മുടെ നിയമവ്യവസ്ഥയിൽ പല കേസുകളിലും പലതരത്തിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയുന്ന കാര്യം അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യമാണ്. പരമാവധി ശിക്ഷ ലഭ്യമാക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിച്ചത്. അത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പരമാവധി ശിക്ഷ കിട്ടാത്തിടത്തോളം കാലം അത് സംബന്ധിച്ച് മനസ്സിലാക്കി അതിജീവിതയോടൊപ്പം സർക്കാർ മുന്നോട്ട് പോകും എന്നത് വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രതിയും 6 പ്രതികളാണ് കുറ്റക്കാർ. മറ്റുള്ളവരെ വിട്ടതിനെ സംബന്ധിച്ച് ഇന്ന് കോടതി വിധിക്ക് ശേഷം പഠിക്കാൻ പറ്റൂ. അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഗൂഢാലോചന ഉണ്ടെന്നാണല്ലോ വന്നിരിക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരൊക്കെയെന്നുള്ളത് വ്യക്തമാക്കണമെന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചിടത്തോളം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ പോകും. അപ്പോൾ ആവശ്യമായ എവിഡൻസുകൾ കണ്ടെത്താൻ ശ്രമിക്കും. ആ കാര്യത്തിലേക്കെല്ലാം കടക്കും. ഇപ്പം രണ്ടാമത്തെ പ്രശ്നം പരമാവധി ശിക്ഷ വന്നില്ല എന്ന വിഷയം. അത് പഠിച്ചിട്ട് അതിജീവിതരോടൊപ്പം തന്നെ നിൽക്കും, തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും. സർക്കാർ അതിജീവിതയോടൊപ്പം തന്നെ നിൽക്കും എന്നതാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. ശിക്ഷ കുറഞ്ഞുപോയി, മിനിമം ശിക്ഷ മാത്രമാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അക്കാര്യം പഠിച്ചിട്ട് അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കും എന്നതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അവൾക്കൊപ്പം, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. നേരത്തെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോയ സാഹചര്യം, 8ാം പ്രതി വിടുതൽ നേടുന്ന സാഹചര്യം, അതിൽ അപ്പീൽ പോകുമെന്ന കാര്യം സർക്കാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിയമ പോരാട്ടം തുടരും സർക്കാർ എന്നതാണ് വ്യക്തമാകുന്നത്. അത് 2 ഘട്ടങ്ങളിലായാണ്. ഒന്ന്, ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ 8ാം പ്രതി ഉൾപ്പെടെ വിടുതൽ നേടിപ്പോയ സാഹചര്യം. അതിൽ തീർച്ചയായും മേൽക്കോടതിയെ സമീപിക്കും. ഒപ്പം ഈ ശിക്ഷ കുറഞ്ഞുപോയി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് മേൽ ചുമത്തിയിരുന്ന കുറ്റം തെളിയിക്കപ്പെട്ടതാണ്. 376D എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗമാണ്. കൂട്ടബലാത്സംഗം ചുമത്തപ്പെട്ട ഒരു കേസിൽ ലഭിക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്നത്. അത് കൊടുക്കാതിരിക്കാൻ, കുറ്റം തെളിഞ്ഞ സാഹചര്യത്തിൽ അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും മിനിമം ശിക്ഷ മാത്രം ഇതിൽ കൊടുക്കുമ്പോൾ അത് പര്യാപ്തമല്ല ഈ കേസിനെ സംബന്ധിച്ച് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഏറ്റവും നിരാശാജനകമായി അതിജീവിതയ്ക്കും ഒപ്പം തന്നെ അതിജീവിതയ്ക്കൊപ്പമുള്ളവർക്കും ഈ ശിക്ഷാവിധി തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അതൊട്ടും നീതിയല്ല എന്ന തോന്നലാണ് അവർക്കുണ്ടാകുന്നത്. ഇതിനോടകം തന്നെ പല പ്രതിഷേധ നീക്കങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധ കൂട്ടായ്മകളും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. IFFKയുടെ വേദി പോലും ആ രീതിയിലുള്ള ഒരു കൂട്ടായ പ്രതിഷേധത്തിൻ്റെ ഇടമാക്കി, ഈ വിധിക്കെതിരായുള്ള ഒരു പ്രതിഷേധം കാണിക്കാനുള്ള ഇടമായി മാറും എന്ന സൂചനകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിജീവിതയ്ക്കും അവരെ അനുകൂലിക്കുന്നവർക്കും ഈ ശിക്ഷാവിധി അതൊരു നീതിയായി തോന്നുന്നില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഏറ്റവും കുറഞ്ഞ ശിക്ഷ, ഈ കുറ്റകൃത്യത്തിന് ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് നീതിയല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രി തന്നെ പറയുന്നു അക്കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കും, അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുകയാണ്. അപ്പോൾ തുടർ നിയമ പോരാട്ടങ്ങൾ സംബന്ധിച്ചുള്ള സൂചനകൾ സർക്കാർ നൽകുന്നു. അതിജീവിത ശിക്ഷാവിധി വന്ന് വിധിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം പ്രതികരണം നടത്തും എന്നതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതിജീവിതയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ടോ? ലളിത, അതിജീവിതയുടെ പ്രതികരണം ഇന്ന് വരാൻ സാധ്യതയില്ല. അവര് പ്രതികരിക്കുന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല. വിധി പകർപ്പ് ലഭിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്താമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. പക്ഷെ അവരുടെ അഡ്വക്കേറ്റ് ആ സമയത്ത് CB മിനി നമ്മളോട് പ്രതികരിച്ച സാഹചര്യത്തിൽ അവർക്കതൊരു റിവൈസ് ചെയ്യുന്നത് പോലെ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
പ്രതികരണം എപ്പോഴുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും ഈ വിധിപ്പകർപ്പ് വരുന്നതോടുകൂടി ഈ ഇതിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന കോടതികളിലേക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യം ഒരുങ്ങും. അത് എത്രയും വേഗം, അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാർ ആ സാഹചര്യത്തിലും, അതായത് ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കഴിഞ്ഞ 8-ാം തീയതി വിധി പ്രഖ്യാപിച്ച സാഹചര്യത്തിലും സർക്കാർ